വളരെ ആഴത്തിലുള്ള കഥാപാത്രം തന്നെ വളരെ വളരെ സന്തോഷം. ശരിക്കും കൊറോണ സമയത്ത് നമ്മൾ ഓരോരുത്തർ അനുഭവിച്ചതിനെ കുറിച്ച് തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമാണ് മൂല്യത്തെ കുറിച്ച്. ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു ആ രോഗത്തിന് പേടിയായിട്ട് മനുഷ്യത്വം മറന്നു പോകുന്ന ഒരുപാട് പേരാണ് ഈ ഒരു അവസ്ഥ ഈ സിനിമയിൽ ഉണ്ടാക്കിയത്. പിന്നെ ഭ്രാന്ത് എന്ന് പറഞ്ഞൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ച എനിക്ക് കേട്ടോ, ഈ കൊറോണ കാലമല്ല, ഏത് നാട്ടിലും അവൻ എന്നും ഭ്രാന്തനാണ്, ചാപ്പ കുത്തും അവന് എന്താണ് ഭ്രാന്തനാണെന്നുണ്ടെങ്കിൽ. എന്ന് അവൻ്റെ ഭ്രാന്ത് മാറിയാലും അവൻ ഭ്രാന്തനാണ്. ഒരുപാട് പേര് ചാപ്പ കുത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ഇപ്പം എന്താണെങ്കിലും ചെറിയൊരു കേസിൽ പെട്ടവൻ ആ പ്രശ്നക്കാരനായി, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞ അവൾ അഹങ്കാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചാപ്പ കുത്തുന്ന ഒരിടം തന്നെയാണ് നമ്മുടെ നാട്. അപ്പോൾ ആ ചാപ്പകുത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭ്രാന്തനായിട്ട് ഒരാളെ ചാപ്പകുത്തി അവൻ്റെ ഭ്രാന്ത് മാറിയാൽ സമൂഹം അവനെ ചാപ്പകുത്തും. അത് തന്നെയാണ് ചാപ്പകുത്തും. അപ്പോൾ ആ ഒരു സിനിമ അത് അത്രയും ഡെപ്തായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് ഞാൻ ഓരോരുത്തരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വളരെ നന്ദി, വളരെ സന്തോഷം. സബ്ജക്റ്റാണ്. കുറേ നാളായിട്ട് നമ്മൾ ഫീൽഡിൽ അടിപൊളി പടങ്ങളാണ്, പക്ഷേ നമുക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ്. ഇതിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ പടത്തിന് വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അതിഗംഭീരമായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഒരു മൂവിയാണെന്ന് ക്രൂ ഫുള്ള് ഡയറക്ടറും ക്രൂ ഒക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതെന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അസാധ്യമായിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല ഓൾ ദി ബെസ്റ്റ് ക്രൂ. മൂവി കണ്ടിരിക്കേണ്ട പടമാണ്. എല്ലാവരും വിളിച്ച് കാണിക്കും. ഈ 2 ദിവസം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സങ്കടം വരുന്ന സീനുകളൊക്കെ ആ കൊറോണ കാലഘട്ടം വീണ്ടും നമ്മൾ ഓർമ്മിച്ചു. അതുപോലെ ഫീൽ ചെയ്യുന്നൊരു മൂവി. ആ തമിഴ് ആർട്ടിസ്റ്റല്ലേ അഭിനയിച്ചത്? അടിപൊളിയാണ് പടമാണ്. ഞാൻ ഈ കഥാപാത്രം നായികയെ ഹെൽപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെയ്തതാണ്. ഈ പടം കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. സത്യത്തിൽ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കണ്ണ് കയറുന്നതാണ്. കാര്യം ഒരു 20 വർഷത്തിന് ശേഷം ഇത്രയും ഇപ്പോൾ പടം നമ്മുടെ പടമാണെന്ന് പറയുന്നതല്ല, നല്ല ടച്ചിങ് പടമാണ്. ചെറിയ സിനിമയാണ്, എന്നാൽ വലിയ ഒരു ടച്ചിങ് ഉണ്ടാകും. നല്ലൊരു മൂവിയാണ്. പലപ്പോഴും എഴുന്നേറ്റ് പോകാൻ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സിനിമ പറയുന്നുണ്ടല്ലോ, ഇമോഷണലി താങ്ങാൻ പറ്റാനിട്ട് ഭയങ്കര ഫീലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിമയാണെങ്കിലും അതിലഭിനയിച്ച നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സിനിമയാണ്, അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ സിനിമ എത്തണം കേട്ടോ. ഓക്കെ, താങ്ക്സ്. നല്ലൊരു സിനിമയാണ്. വളരെ കുറച്ച് നേരം കൊണ്ട് നല്ല രീതിയിൽ ആ കൊറോണയുടെ സമയത്തുണ്ടായി പലരും ബുദ്ധിമുട്ട് അനുഭവിച്ചത് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു